واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകളും അല്ലാഹു പൊരുത്തപ്പെടുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ഹലാലായത് സമ്പാദിച്ച് ഹലാലായത് തിന്ന് കൊടുത്ത് അള്ളാഹിന്റെ പൊരുത്തത്തോടു കൂടി മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പൂർണ്ണ മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. രോഗികൾക്ക് പരിപൂർണമായ ശിഫാ നൽകുമാറാകട്ടെ. അള്ളാഹു പെട്ടെന്നുള്ള മരണം, ഈമാനില്ലാത്ത മരണം, അപകട മരണങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറയപ്പെടുന്ന വിഷയങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് അതിനോട് കൂറുപുലർത്തി സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്കുള്ളതായിരിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും, ഞാൻ അടക്കം, അള്ളാഹു ഇതിന് തൗഫീഖ് തരട്ടെ. വെറുതെ നമ്മളൊരു സമയം പാഴാക്കലല്ല നമ്മൾ ഈ നസീഹത്ത് കേൾക്കുക എന്ന് പറയുന്നത്. അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ആരുമില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ലോകത്ത് ജീവിക്കുന്നതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് മനസ്സിലാവൂല. അവർക്ക് ദുനിയാവിൽ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞുകൂടി പോകണം, ആഖിറവല്ലേ അത് പിന്നീട് കാണാം, അതൊക്കെ അള്ളാഹു പുറത്തു തരും എന്നുള്ള ഒരു മാനദണ്ഡത്തിലാണ് നമ്മൾ കഴിയുന്നത്. അള്ളാഹു പൊറുക്കും, പക്ഷേ പൊറുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അള്ളാഹു പൊറുക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊറുക്കും, പക്ഷെ പൊറുക്കുന്നത് ആർക്ക് പൊറുക്കും? അതെന്ത് ചിന്തിക്കാത്തത്? അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. നമ്മളിത് ആഖിറവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ അതിനൊരു വലിയ വില നമ്മൾ കൽപ്പിക്കാതിരുന്നാൽ അള്ളാഹുവായിട്ടാണ് അടുത്ത തീരുമാനം. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നിർബന്ധിക്കാനും പറയാനും ഒന്നും പറ്റൂല. അള്ളാഹു അവന്റെ റസൂലും പറയുന്നതാണ് ദീൻ. അതിനെതിരെ നമുക്ക് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇവിടെ കഴിയും, പക്ഷെ അവിടെ കഴിയൂല. ഇവിടെ നമുക്ക് എന്തിനു ന്യായമുണ്ട്, പക്ഷെ അവിടെ ആര് ന്യായം പറയും? അതെന്താ ചിന്തിക്കാത്തത്? അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്ക്. അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്നോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യാൻ. കുറച്ചുകൂടെ കയറിയിരിക്കും മുന്നോട്ട്. എല്ലാവരും കുറെ നാളായി പറഞ്ഞിട്ട് അവിടെ ബാക്കിയിരിക്കുന്ന ഹബീബെ മുന്നിലത്തെ സഫിലോട്ട് കയറിയിരിക്കും. മുട്ടുകെട്ടിയിരിക്കില്ല. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹബവത്തി ഫിൽ ജുമുഅ. ജുമുഅക്ക് മുട്ടുകെട്ടിയിരിക്കുന്നതിനെ നബിതങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ സൗകര്യം അനുസരിച്ച് നല്ല ഉഷാറായിട്ട് മുട്ടൊക്കെ കെട്ടി ഉറങ്ങാനായിരിക്കും. പിന്നെ തൂണല്ലൊക്കെ ചാരി. ഇത് പൊതുവെ ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഉറക്കം വരും. ഉറങ്ങാനാണല്ലോ ഇവിടെ ലക്ഷ്യം. അള്ളാഹുവേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. അപ്പൊ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്ത മറുപടി ആയത്തിന്റെ തഫ്സീറാണ് നമ്മൾ വിശദീകരിക്കുന്നത്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. പല പല വിഭാഗങ്ങളായി സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇത് കേട്ടപ്പോ നബിതങ്ങള് പൊട്ടിക്കരഞ്ഞുപോയി. വല്ലാത്ത ചോദ്യമാണ് മുആദേ നീ എന്നോട് ചോദിച്ചത്. ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. യുഹ്ശറു അശ്റതു അസ്നാഫിൻ മിൻ ഉമ്മത്തി അശ്താതാ. എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് 10 വിഭാഗമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വഖദ് മയ്യസഹും അൻ ജമാഅത്തിൽ മുസ്ലിമീൻ വഖദ് ബദ്ദല സുവറഹും. അല്ലാഹു അവരുടെ രൂപങ്ങൾ മാറ്റുകയും മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം കൂട്ടത്തിൽ, മുസ്ലിം കുടുംബത്തിൽ, മുസ്ലിം സംഘങ്ങളിൽ നിന്ന് ഈ 10 പേരെ, 10 വിഭാഗക്കാരെ അല്ലാഹു മാറ്റി നിർത്തുമത്രേ. ആ 10 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാണ് വബഅലുഹും ഫമിൻഹും അലാ സൂറത്തിൽ ഖിറദ. ഖിറദത്ത് കുരങ്ങിന്റെ രൂപത്തിലുള്ളവർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. വബഅലുഹും അലാ സൂറത്തിൽ ഖനാസീർ. പന്നിയുടെ കോലത്തിലുള്ളവരും അവരാണ്. വബഅലുഹും, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഒന്ന്
കുരങ്ങന്റെ കോലത്തിൽ വരുന്നത് ആരൊക്കെയാണ്, 2 പന്നിയുടെ കോലത്തിൽ ഉയർത്തപ്പെടുന്നത് ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത് വഅലുഹും മുനക്കസൂന റൂസുഹും അഅലാഹും അർജുലുഹും അഅലാഹും വവുജൂഹും യുസ്ഹബൂന അലൈഹാ. അർജുലുഹും അഅലാഹും, ഒരു വിഭാഗം ആളുകൾ അവരുടെ തല മുകളിലും കാല് മുകളിലും തല താഴെയുമാണ്. കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും. കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും. ഉടനെ സ്വഹാബി ചോദിച്ചു, നബിയേ ഇതെങ്ങനെയാണ് കാലുകൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് തല കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നടക്കാൻ നമുക്ക് തൗഫീഖ് തന്നത്, കഴിവ് തന്നത്. ആ പടച്ച തമ്പുരാൻ അംശാഹും ഖാദിറുൻ അലാ അയ്യുംശിയഹും ബിവുജൂഹിഹിം, അവർക്ക് മുഖം കൊണ്ട് നടക്കാൻ അല്ലാഹു അവർക്ക് അതിനവിടെ കഴിവ് കൊടുക്കും. കാലുകൊണ്ട് നടക്കുന്നവർ മുഖം കൊണ്ട് അവരെ നടത്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്രത്തോളം എന്ന് വെച്ചാൽ വഹും യത്തഖൂന കുല്ല ഹദബിൻ വശൗഖ്, കല്ലുകളും മണ്ണുകളും ഒക്കെ താണ്ടിയിട്ടാണ് അവര് നാളെ പോകുന്നത് നരകത്തിലേക്ക്. നഊദു ബില്ലാഹ്. ആരാണ് നബിയെ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഫഹും അഖിലതുർ റിബാ ഐ ആകിലുർ റിബാ, പലിശ തിന്നുന്നവരാണ് കേട്ടോ. ആണ് ഞാൻ പറഞ്ഞത്. വമയ്യസഹും അൻ ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കാഫറോ അമുസ്ലിമീങ്ങളോ നിങ്ങൾ കരുതരുത്. നമ്മുടെ ഖൗമിൽപ്പെട്ടവർ ഈ പലിശയുമായി ബന്ധപ്പെടുന്നവര് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഈ കോലത്തിലാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർക്ക് ഖബർ മുതലാണ് ശിക്ഷ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത്? പ്രേതബാധ ഏറ്റവരെ പോലെ, ഏതോ പിശാച് അടിച്ച് താഴെയിട്ടവർ എഴുന്നേറ്റ് വരുന്നത് പോലെ. അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂൻ ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാചിന്റെ അടി ഏറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക. ഒരു ബോധം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. ഈ ശാരീരികമായി മാനസികമായി പൈശാചികമായ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി നോക്ക്, അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. എന്തായിരിക്കും അവരുടെ മുഖം കണ്ടാൽ തന്നെ ഒരു ഭ്രാന്തി പിടിച്ചവനെ പോലെ. ഈ ഭ്രാന്തി പിടിച്ചവനെക്കാളും ദുഷ്കരമായിട്ടാണ് ഈ പലിശ തിന്നവൻ നാളെ നമ്മുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അടക്കുമ്പോ നല്ല രീതിയിലാണ് നടക്കുന്നത്, നല്ല അവസ്ഥയിലാണ് നടക്കുന്നത്. കർപ്പൂരമൊക്കെ ഇഷ്ടം പോലെ വാരിയിടും, ഇഷ്ടം പോലെ ഊത് അത്ര മജുമൊക്കെ പുരട്ടും, നല്ല രീതിയിൽ ദുആ ഒക്കെ ചെയ്ത് കൊണ്ടുപോയി അടക്കമൊക്കെ ചെയ്യും. നമ്മുടെ ബാധ്യത. ഒരു മുസ്ലിമല്ല, അവൻ പലിശ വാങ്ങിയാലും ലോട്ടറി വാങ്ങിയാലും ലോട്ടറി അടിച്ചാലും ലോട്ടറിയുടെ പൈസ തന്നാലും നമ്മുടെ ബാധ്യത ദുആ അരക്കല്, നമ്മുടെ ഗതികേട്. ദുആ അരക്കാതെ മറ്റു മാർഗമില്ല. പക്ഷെ എഴുന്നേറ്റ് വരുമ്പോ ഏത് കോലത്തിലാണ്? യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പിശാചിന്റെ അടിയേറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക. എന്തിനാണ് ഇവനെ ഇത്ര ശിക്ഷിക്കാനുള്ള കാരണം? എന്താ? യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. എന്താ കാരണം? ഖാലു, അവൻ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ, കച്ചവടവും പലിശയൊക്കെ ഒന്ന് തന്നെയാണ്. ഇതൊരു ബിസിനസ്. ഫൈനാൻസ് ഇട്ട് കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ, കാറുകാർക്ക് നമ്മൾ കൂട്ടി നിന്നിട്ട് ഫൈനാൻസ് ഇട്ട് കൊടുക്കും. നിനക്ക് നീ വണ്ടിയിട്, ഇത് എടുത്തോ, 5 ലക്ഷം രൂപ, നിനക്ക് 4 ലക്ഷം രൂപ ലോൺ ഞാൻ എടുത്തുതരാം. നമ്മൾ എഴുതി കൊടുക്കല്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇവ പറയും, ഇന്ന് നിസ്കരിക്കാൻ കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകും. എന്താ കാരണം? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ. ഇവൻ പറഞ്ഞു, ഇതും ഒരു ബിസിനസ് ആണ്, കച്ചവടമാണ്. കച്ചവടവും റിബയും പലിശയല്ല, ഒന്നാണ്, ഈക്വൽ എന്നവൻ മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞവനാണ് ഇവൻ. അതെങ്ങനെ ശരിയാവും? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. റിബ, പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, നിരോധിച്ചു. ഒരിക്കലും അത് പണം, അത് കച്ചവടം പോലെ ആവൂല. ബിസിനസ് വേറെ, പലിശ വേറെ. ഖാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ.
فمن جاءه موعظة أحل الله البيع وحرم الربا. അല്ലാഹു കച്ചവടം ഹലാലാക്കി, പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കി. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹു എടുത്തു പറയാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇത് ബിസിനസ് അല്ലേ, ഇത് കച്ചവടം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നിന്നാല് അള്ളാന്റെ ന്യായീകരണം കച്ചവടം ഹലാല്, പലിശ ഹറാം, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എല്ലാരും ഈ പലിശക്കൊക്കെ പൈസ എടുത്തിട്ട് കച്ചവടം ചെയ്യും. 50 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നു, അത് ഹറാമൊന്നുമല്ല, അത് ഹറാമൊന്നുമല്ല. ആ 50 ലക്ഷം രൂപ തിരിച്ച് അടയ്ക്കുമ്പോ 55 ലക്ഷം, 51 ലക്ഷം, 50,1000 അത് പലിശയാവും. ഈ 50 ലക്ഷം ക്യാപിറ്റൽ നമുക്കത് കിട്ടുന്ന ആ പൈസ അത് മൂലധനാണ്. കടം വാങ്ങി തിരിച്ചു ആർക്കും കൊടുക്കാമല്ലോ. കടം ബാങ്കുകാർക്കും കൊടുക്കാം, ഒരു മുസ്ലിമിനും കൊടുക്കാം, യൂതനും കൊടുക്കാം, നസ്രാണിക്കും കൊടുക്കാം, ആർക്കും കൊടുക്കാം. പലിശ തിരിച്ച് കൊടുക്കുന്നതാണ് അവിടെ പ്രശ്നം. 50 ലക്ഷം തന്ന 50 ലക്ഷം തിരിച്ചു കൊടുത്തോ, ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും എടുത്തോളി, പ്രശ്നമില്ല, ഹറാമാവൂല, ഹറാമാവൂല. ബാങ്കിൽ നിന്ന് എടുത്തത് കൊണ്ട് ഹറാമാവൂല. പക്ഷേ തിരിച്ച് അടയ്ക്കുമ്പോ ഉള്ള അടവ് ഈ 50-ന് 55 അടച്ചാൽ, 51 അടച്ചാൽ, ആ അടച്ചതിന് നീ അങ്ങോട്ട് പലിശ കൊടുത്തവനെ തീറ്റിച്ചതിൻ്റെതായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പൈസ എടുത്തതിന് കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് അടവില്ലേ അത് കൂടിയാൽ. വണ്ടിക്ക് നീ പൈസ കൊടുത്തു, 15 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തു, 5 ലക്ഷം അടച്ചു, ബാക്കി 10 ലക്ഷം അത് നിനക്ക് ബാങ്കുകാരൻ തരുന്ന കടമാണ്, പ്രശ്നമില്ല. പക്ഷെ ആ വണ്ടിയുടെ പേരിൽ 15 ലക്ഷത്തിന് പകരം 15,10,000, 15,01 1 രൂപ അങ്ങോട്ട് നീ അടച്ചോ കൊടുത്തോ, അതിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങണം. ഒരാളെ പലിശ തീറ്റിച്ചതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങണം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു റിബാ വആകിലഹു വമൂകിലഹു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മളോട് അത് നിഷിദ്ധമാണ്, ഹറാമാണ്, അത് ശപിക്കപ്പെട്ട പണിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ വാശിമാ വൽ മുസ്തൗശിമാ. പച്ചകുത്തല് കുത്തുന്നവനും കുത്തിച്ചു കൊടുക്കുന്നവനും കുത്താൻ വേണ്ടി പറയുന്നവരും ഇവനെയൊക്കെ അള്ളാഹു ശപിച്ചു കേട്ടോ. മറ്റുള്ള മതക്കാരൻ ചെയ്യുന്നത് പോലെ മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ന് പച്ച കുത്തി നടക്കുന്നത് കാണാം, ചന്ദ്രക്കലയൊക്കെ കുത്തി നടക്കുന്നത് കാണാം, പള്ളിയുടെ കുബ്ബ കുത്തി നടക്കുന്നത് കാണാം. ഇതൊന്നും ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്. പറ്റൂല, നമുക്ക് ആ പണി എടുക്കാൻ പറ്റൂല. ഇത് മറ്റുള്ളവർ എടുക്കും, നമ്മൾ എടുക്കേണ്ട ആവശ്യം എന്ത്? ലഅനല്ലാഹുൽ വാശിമാ വൽ മുസ്തൗശിമാ. ഇത് കുത്താൻ വേണ്ടി പറയുന്നവനെയും ഇത് കുത്തുന്നവനെയും അതിനെ പ്രേരിപ്പിക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശാപിച്ചു. ശാപം എങ്ങനെ അത് പോവൂലല്ലോ, പിന്നെ ഒരച്ചാ പോവൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് നിരോധിച്ചു. അതേപോലെ വാക്കില റിബാ, പലിശ തിന്നലും, വമൂക്കിലഹു, തീറ്റിക്കലും, അങ്ങോട്ട് കൊടുക്കുന്ന പറഞ്ഞ പലിശ വാങ്ങലും പലിശ കൊടുക്കലും, രണ്ടും രണ്ട് രീതിയാണ്. ഒന്ന് വാങ്ങി തിന്നുക, 20 ലക്ഷം കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ തിന്നുക, ഏറ്റവും വലിയ ഹറാം. 20 ലക്ഷം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പലിശ അങ്ങോട്ടടയ്ക്കുക, അത് മറ്റൊരു ഹറാം. നമ്മൾ തിന്നുന്നില്ല എന്നേ ഉള്ളൂ, നമ്മൾ തീറ്റിക്കുകയാണ്. ആ തീറ്റിക്കുന്നതിന്റെ, അതായത് നമ്മൾ 20 ലക്ഷം എടുത്തിട്ട് ഹലാലായിട്ടൊരു കച്ചവടം ചെയ്തു, അപ്പൊ ആ പൈസ തിരിച്ചടയ്ക്കുകയാണ്. അടയ്ക്കുന്ന പൈസ നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ച പൈസയാണ് അടയ്ക്കുന്നത്. ചിന്തിക്കുന്നില്ല. 50 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ട്, 50 ലക്ഷത്തിന്റെ ലോൺ എടുത്ത് കച്ചവടം ചെയ്തിട്ട് നമ്മൾ ബാങ്കിൽ കുറേശ്ശെ നമ്മൾ അടയ്ക്കുന്ന പൈസ ഏതാ? നമ്മൾ ഹലാലായിട്ട് സമ്പാദിക്കുന്ന പൈസ ആണ് അങ്ങോട്ട് അടയ്ക്കുന്നത്. അങ്ങനെയാണ് മൂക്കിലഹോനെ തീറ്റിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ ജാഅഹു മൗഇളത്തും മിർ റബ്ബിഹി ഫന്തഹാ ഫലഹു മാ സലഫ് വഅംറുഹു ഇലല്ലാഹ്. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം പലിശ കച്ചവടം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായി ഒഴിവാക്കി കളഞ്ഞാൽ അവർക്കതിന്റെ ക്യാപിറ്റൽ, മൂലധനം അവർക്കത് തിരിച്ചു കിട്ടും. ഫലഹു മാ സലഫ്, കഴിഞ്ഞതൊക്കെ അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. ഈ ആയത്ത് ആ കാലഘട്ടത്തിൽ പലിശ അനുവദനീയമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫലഹു മാ സലഫ്, നിങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇരിക്കട്ടെ പോട്ടെ, ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകണം, ഇനി വാങ്ങാൻ നിൽക്കണ്ട. പക്ഷെ നമുക്കിപ്പോ അല്ല, നമ്മുടെ ഇവിടുത്തെ പലിശക്കാരന്റെ ഈ നിയമം ഇതല്ല. അത് ആദ്യം മനസ്സിലായിക്കോ. ഇവിടുത്തെ പലിശ
പലിശക്കാരന്റെ നിയമം, അതായത് ഈ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഈ ആയത്ത് വന്നതിന് ശേഷം നമ്മൾ പലിശ വാങ്ങിയിട്ടുള്ളവർ അവരുടെ തൗബ, അവരെത്ര ലക്ഷം പലിശ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് വാങ്ങി തിന്നിട്ടുണ്ടോ അത് അള്ളാഹുവിന് വേണ്ടി മടക്കി കൊടുത്തേക്ക്. അതാണ് നിയമം. ഇനി നമ്മൾ സാധാരണക്കാർ തിന്നാതെ ബാങ്കിൽ അടച്ചിട്ടുണ്ടോ, ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നു, വണ്ടിക്ക് പൈസ തിരിച്ചടയ്ക്കുന്നു, CC അടയ്ക്കുന്നു, ഈ വീടിനെടുത്തിട്ട് CC അടയ്ക്കുന്നു, EMI അടയ്ക്കുന്നു, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ഇതിന് തൗബ, കാരണം നമ്മൾ തിന്നല്ല, അങ്ങോട്ട് തീറ്റിച്ചാണ്. നമ്മുടെ ഹലാലായ പൈസ അങ്ങോട്ട് കൊടുത്താണ്. അതിന് നമ്മൾ തൗബ ചെയ്യണം, അള്ളാന്റെ അടുക്കൽ തൗബ ചെയ്യണം. കാര്യമായിട്ട് പടച്ചവനെ, അബദ്ധത്തിൽ വീണുപോയി, പറ്റിപ്പോയി, ഇത് തീർന്നാ ഞാൻ ഇനി ഇല്ല, അല്ലാ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഇത് അങ്ങോട്ട് കൊടുക്കുന്നവരുടെ നിയമം. ഇങ്ങോട്ട് വാങ്ങി തിന്നവന്റെ നിയമം ഇതല്ല. അവൻ എത്ര പേർക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിന് എത്ര ഹജ്ജ് ചെയ്താലും ശരി, കില്ലെ പിടിച്ച് തൂങ്ങിയാലും ശരി, ഹജറുൽ അസ്വദിന്റെ അകത്ത് കല്ലുകൊണ്ട് തല കൊണ്ട് വെച്ചാലും ശരി, എത്ര ലക്ഷം നിന്റെ ജീവിതത്തിൽ നീ പലിശക്കാരനായിട്ട് ജീവിച്ച് തിന്നു മുടിച്ചിട്ടുണ്ടോ അത് മുഴുവനും നീ മടക്കി കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി മടക്കി കൊടുക്കണം. ഇനി ആളില്ല ഉസ്താദെ, ആരിൽ നിന്ന് വാങ്ങിയതെന്ന് അറിയില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും സദഖ ചെയ്യും. നിനക്കൊരു കണക്കുണ്ടല്ലോ, എന്റെ 50 വർഷത്തിനിടയിൽ ഞാൻ ഏകദേശം ഒരു 60 ലക്ഷം രൂപ പലിശ ആയിട്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട്, തിന്നിട്ടുണ്ട്, പലിശയായിട്ട് മാത്രം. ആ 60 ലക്ഷവും നീ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. ഇത് വല്ലവന്റെ ഹക്ക നീ തിന്നത്. ആളില്ലെങ്കിൽ പ്രശ്നമില്ല, ആളില്ല, ആളിനെ കണ്ടില്ല, ഏതെങ്കിലും ലക്ഷം വീട്ടിലോ ഏതെങ്കിലും രോഗികൾക്കോ ഏതെങ്കിലും സാധുക്കോ ഒന്നുമില്ലാത്തവർക്ക് ഒരു ബിലാ നിയ്യത്തും വലാ സവാബിൻ, ഒരു നിയ്യത്തോ ഒരു സവാബോ ആഗ്രഹിക്കാതെ പടച്ചവനെ ഞാൻ വാങ്ങി എന്റെ ജീവിതത്തിൽ അറിവില്ലാതെ തിന്ന പലിശയുടെ പൈസ ആണ് ഞാൻ ഇതാ കൊണ്ട് കളയാണെന്ന് പറഞ്ഞ് അവർ കൊണ്ട് കൊടുക്കി. എന്നിട്ട് തൗബ ചെയ്യും. ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബിഹി ഫന്തഹാ ഫലഹു മാ സലഫ്, അല്ലാഹു ഓക്കേ സ്വീകരിക്കും. വമൻ ആദ, ഇനി അതെല്ലാം മടങ്ങി വരികയാണെങ്കിൽ ഫൗലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, കാലാകാലം നരകത്തിൽ കിടക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ചെറിയ കളിയിൽ ആഖിറത്തിന്റെ ചർച്ചയാണ് ഇത് കേട്ടോ, ഈമാന്റെ ചർച്ചയാണ്. നമ്മൾ പൊതുവെ പറയും നിങ്ങൾക്ക് ന്യായങ്ങൾ കാണും, അത് നിങ്ങളുമായി അള്ളാഹുമായി. എന്റെ ബാധ്യത, എന്റെ ഡ്യൂട്ടി ഖുർആൻ ഹദീസ് ഓതി അത് നിയമം പറഞ്ഞു തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കാം, ആര് പറയുന്നതോ നിങ്ങൾ കേൾക്കാം. അല്ലാഹു അലം. എന്റെ അറിവിൽ എനിക്ക് ഞാൻ പഠിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആരെങ്കിലും ഇതിനേക്കാൾ എക്സ്ക്യൂസ് മസാല വല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അല്ലല്ലാ നിങ്ങൾ ആയിക്കോളി, മാഫി മുഷ്കിൽ, എനിക്ക് അതിലൊരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബിഹി ഫന്തഹാ ഫലഹു മാ സലഫ് വഅംറുഹു ഇലല്ലാഹ്, അവന്റെ എല്ലാ കാര്യം അല്ലാഹുവിലേക്കാണ്. ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ ഹറാമായ ആയത്തിറങ്ങിയപ്പോഴേ ആ കാലഘട്ടത്തിൽ പലിശ വാങ്ങിയവർ മുഅ്മിനീങ്ങളായിരുന്നു. നിയമമില്ലല്ലോ, ഹറാമാണെന്ന് പറഞ്ഞിട്ട് നിയമം വന്നിട്ടില്ല. പലിശ അന്ന് വാങ്ങിയവരൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു. ഏറ്റവും വലിയ പലിശക്കാരനായിരുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഏറ്റവും വലിയ പലിശക്കാരനാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 55,000 പവൻ സ്വർണമാണ് പലിശ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത്. കണക്ക് കൂട്ടി നോക്കുമ്പോ ഏത് ഈ ആയത്തിറങ്ങിയപ്പോ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് 55,000 പവൻ കൂട്ടി നോക്ക്. ഇന്നത്തെ കണക്കനുസരിച്ച് 60,000 വെച്ച് കൂട്ടി നോക്ക്. 55,000 പവൻ അദ്ദേഹത്തിന്റെ മൂലധനത്തിൽ നിന്ന് 10% ഈ പലിശ അദ്ദേഹത്തിന് കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വിളിച്ചിട്ട് പറഞ്ഞു, അർരിബ മൗളൂഉൻ കുല്ലു, ഞാൻ ഇവിടെ പലിശ മുഴുവനും എന്റെ കാലിന്റെ അടിയിൽ ചവിട്ടി തേക്കുകയാണ്. ആദ്യമായി ഞാൻ വലിച്ചെറിയുന്നത് എന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ പലിശ കച്ചവടമാണ്. ഈ ആയത്തിറങ്ങിയപ്പോ നബി തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് 55,000 പവൻ സ്വർണം പലിശ ഇനത്തിൽ മാത്രം ബാക്കിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് പറഞ്ഞു, ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്ര കോടി രൂപയുടെ വിഹിതമാണ്. ആ പൈസയും വേണ്ട, മൂലധനവും വേണ്ട, അതിന്റെ പലിശയും വേണ്ട, വിട്ടാരെ മൂലധനമടക്കം ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല കളഞ്ഞു. കാരണം അത് ചേർന്ന് ഇതിനകത്ത് കിട്ടിയതാണ്. അതുകൊണ്ട് മൂലധനം അല്ലാഹു പറഞ്ഞു, മൂലധനം എടുത്തോ, അതിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമില്ല, മൂലധനം എടുത്തോളി, പക്ഷേ പലിശ എടുക്കണ്ടെന്ന് പറഞ്ഞ
പക്ഷെ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് പറഞ്ഞു, വേണ്ട, കണക്ക് കൂട്ടി നോക്കണേ, വീട്ടിൽ പോയിരുന്നിട്ട് 60,000 രൂപ വെച്ചിട്ട് 55,000 പവന് എത്ര രൂപ എന്ന് അടുത്ത ആഴ്ച വരും പറഞ്ഞാൽ മതി. കണക്കൂട്ടി വയ്ക്കോളി. നമ്മൾ കളയുമോ? അളിയാ തിന്നിട്ട് നമുക്ക് ദ്വാരക്ക അളിയാ 10 ഉംറയും ചെയ്യാം, 10 പ്രാവശ്യം ബൈത്തുൽ മുഖദ്ദസിലും പോകാം, 10 പേർക്ക് വീടും വെച്ചു കൊടുക്കാം, 50 പെണ്ണുങ്ങളെയും കെട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് കരഞ്ഞ് രാത്രി ദ്വാരക്കാം. എന്റെ പൊന്നളിയ ഒന്നും സ്വീകരിക്കൂല അളിയ. ഇത് മൂത്രത്തിൽ നിന്റെ ഡ്രസ്സ് കഴിയതുപോലെയാണ്. മൂത്രത്തിൽ നിന്റെ ഡ്രസ്സ് കഴിയതുപോലെ എങ്ങനെ ഇരിക്കും? വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിക്കുന്നതിന് മൂത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ നിന്റെ ഡ്രസ്സ് ഇട്ട് കഴിവിട്ട് ഉണങ്ങി നിസ്കരിക്കാൻ കൊണ്ട് വരുന്നവനെ പോലെയാവും ഇതുകൊണ്ട് നീ സദഖ ചെയ്താൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ ഒരു സൂക്ഷ്മത എത്രത്തോളം എന്ന് വെച്ചാല്, സ്വഹാബാക്കൾ ഒരു ഞങ്ങൾക്ക് 10-9% ഹലാലാണ് ഞങ്ങളുടെ സമ്പത്ത് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതില് 1% പലിശ ഉണ്ടോന്നൊരു പേടി ഉണ്ട്. ആ പേടിയുടെ പേരിൽ ഇത് മൊത്തം ഒഴിവാക്കും. ഞങ്ങൾ എടുക്കുകയില്ല. ഞങ്ങൾ 1% ഒരു പോയിന്റ് ഇതിൽ പലിശ ഉണ്ടാകുമോ എന്നൊരു പേടി, ഈ പൈസയിൽ പലിശ ഉണ്ടാകുമോ ഒരു പേടി. അതുകൊണ്ട് അവരെടുക്കുക, ആ ലാഭം എടുക്കുകയില്ല എന്നാ പറഞ്ഞത്. ചിന്തിച്ചു നോക്കി, സഹാബാക്കൾക്ക് ആഖിറത്തെ കുറിച്ച് പേടിയുള്ളത് കൊണ്ടല്ലേ. നമുക്ക് എന്ത് പേടി? നമുക്ക് എന്ത് പേടി ആഖിറത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് എന്ത് പേടി? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊട്ടിച്ചു വിടാന്നുള്ള അല്ലാതെ, കേട്ടിട്ട് മിണ്ടാതെ ഇറങ്ങി പോകുന്നല്ലാതെ ആരെങ്കിലും നിർത്തുന്നുണ്ടോ? പലിശ സർവ്വസാധാരണല്ലേ, സർവ്വസാധാരണല്ലേ. ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ 3-4 വണ്ടിയാണ്. ഇഷ്ടനുസരിച്ച് മോന്, മോൾക്ക്, അവക്ക്, ഇളവക്ക്, ചേട്ടത്തി, കൊച്ചുമോന് എവിടുന്നാ സ്വന്തം പൈസ കൊടുത്തിട്ടാ? എന്തിനാ ഇതൊക്കെ എടുക്കുന്ന? ഇത്രയും നമ്മൾ ആഡംബരങ്ങൾ കാണിക്കാൻ പോണ്ട ആവശ്യമുണ്ടോ? നമുക്കുള്ളത് കൊണ്ട് ജീവിച്ചാ പോരെ? നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊക്കെ ചുമക്കണോ? ഇതൊക്കെ ഏറ്റെടുക്കണോ? ഇതുകൊണ്ടാണ് ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞത്. കച്ചവടം ചെയ്യുന്നവൻ ഇൽമു പഠിച്ചിട്ടേ കച്ചവടം ചെയ്യാവൂ. എന്റെ വാക്കല്ല, ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മനി തജറ ഖബല അൻ യതഫഖഹ ثم ارتطم ثم ارتطم ثم ارتطم يعني غرق فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരൻ ഇൽമിന്റെ വാതിൽ, നിബിതങ്ങളുടെ മരുമകൻ, ഇൽമിയായ വിഷയത്തിൽ അവഗാഹം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, മനി തജറ ഖബല അൻ യതഫഖഹ. ഇൽമ പഠിക്കാതെ കച്ചവടം എന്തെന്ന് ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് BBA പഠിക്കും. ബിസിനസ്മാൻ. അവിടെ നിന്ന് ഖുർആനും ഹദീസും അല്ല പഠിപ്പിക്കുന്നത്. എങ്ങനെ ഒരുത്തനെ പറ്റിച്ച് കാശുണ്ടാക്കാന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിൽ നിങ്ങൾക്ക് ഹലാൽ കച്ചവടം ഏത്, ഹറാം കച്ചവടം ഏത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഇൽമ്, അത് പഠിക്കാതെ ഒരുവൻ കച്ചവടത്തിന് ഇറങ്ങിയാൽ അവൻ പലിശയിൽ മുങ്ങിയവനെ പോലെയാണ്. 3 പ്രാവശ്യം അലി റളിയല്ലാഹു തആല പറഞ്ഞു, അവൻ പലിശയിൽ മുങ്ങിയവനെ പോലെയാണ്. കച്ചവടം ചെയ്യണ്ടേ? 5 കോടി 10 കോടി 100 കോടി 20 കോടി ഇതൊക്കെ പേരിൽ പലിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് പലിശ വരൂലേ? അത് നമുക്ക് അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവൂലേ? അങ്ങനെ പലിശ ആവൂലേ? അപ്പൊ പലിശ ഏതാ, ഹലാൽ ഏതാ, ഹറാം ഏതാ, ഇതിനെ കുറിച്ച് പഠിക്കേ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഏയ് സഹാബ, ലാ യബിഉന ഫി അസ്വാഖിനാ ഹാദിഹി ലം യതഫഖഹു ഫിദ്ദീൻ. ഈ ചന്തയില്, ഈ മാർക്കറ്റില് കച്ചവടത്തെ കുറിച്ച് പഠിക്കാത്ത ഒറ്റ ഒരുത്തൻ ഇവിടെ കച്ചവടം ചെയ്തു പോകരുത്. നിബന്ധനകൾ ബോർഡ് എഴുതി വെച്ചു. നമ്മൾ പറഞ്ഞ വഴിയോര കച്ചവടം ജനങ്ങൾക്ക് തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ കച്ചവടം ചെയ്യണം. ആ സൈഡിൽ ചെയ്യരുത്, ഈ സൈഡിൽ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചെന്നറിയോ? കച്ചവടത്തിന്റെ ഹക്കും ബാത്തിലും സത്യവും മിഥ്യയും ഇത് മനസ്സിലാക്കാത്ത ഒരുത്തൻ നമ്മുടെ ഈ സൂക്കിൽ കച്ചവടം ചെയ്യരുത്. അതേപോലെ ഒന്നും കൂടി ഡിമാൻഡ് വെച്ചു, വലം യൂഫു അൽ കൈല വൽ മീസാൻ. അളവിലും തൂക്കത്തിലും വല്ല ന്യൂനത വരുത്തുന്നവൻ ഈ മാളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. എഴുതി വെച്ചു. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുള്ള? എത്ര മാളിൽ പോന്ന് ഓഫർ എന്ന് പറയുമ്പോൾ മുങ്ങി താഴെയല്ലേ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് ത്രാസ് കൊണ്ടുപോയി ഗവൺമെന്റിന്റെ അടുക്കൽ വർഷം തോറും 6 മാസം കൂടുന്തോറും എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ആരെല്ലാം കൊണ്ടുപോവോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോവോ? അതിനകത്ത് 100 ഗ്രാമിന്റെ തകടും കൂടും കെട്ടി തൂക്കും, അത്രയും കിട്ടാൻ വേണ്ടിട്ട്. എല്ലാം ഡിജിറ്റൽ സംവിധാനം. ഇപ്പൊ നമ്മള്
ഒരുപാട് പിന്നെ പെട്രോൾ അടിക്കാൻ പോയി ഡീസൽ പെട്രോൾ പോയി അടുത്ത സമയത്തൊക്കെ പോലീസുകാർ പിടിച്ചു. ഇവരൊക്കെ എല്ലാം ഹിക്കുമത്താക്കി വെച്ചിരിക്കുക. കയറാണ്. നമ്മൾ അടിച്ചു നോക്കി, നമ്മളൊന്ന് ഒരു 500 രൂപയ്ക്ക് ഡീസൽ പെട്രോൾ അടിക്കാൻ പോകുന്ന നോക്കി, 9 രൂപ എന്നാ തുടങ്ങുക, 10 രൂപ എന്നാ തുടങ്ങുക. ഒറ്റ പോക്ക. നമ്മൾ ഇതെല്ലാം നോക്കുന്നത് അള്ളാഹു അല്ല, നമുക്ക് പക്ഷേയില്ല. അവൻ അള്ളാഹ്ക്ക് നാളെ ഹിസാബ് പറയും. ഒന്ന് കുറവ് വന്നവൻ അള്ളാഹ്ക്ക് നാളെ ഹിസാബ് പറയും. അള്ളാഹ്ന്റെ അടുക്കലല്ലേ من جمع مالا حراما ثم تصدق منه لم يكن له بركة وأجره عليه أو كما قال عليه الصلاة والتسليم. ഒരാള് ഹറാമായത് സമ്പാദിച്ച് കൂട്ടി 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 വെച്ചിട്ട് ഈ സമ്പാദ്യത്തിൽ നിന്ന് അവൻ സദഖ ചെയ്തുവെങ്കിൽ അത് അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അതിന്റെയും കൂടെ ശിക്ഷ ഇവൻ നാളെ ഏറ്റെടുക്കേണ്ടി വരും. നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് ഹലാലായത് സമ്പാദ്യം കൊടുക്കുക ഒരാൾക്ക്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പച്ച കുത്തുന്നവൻ, കുത്തിക്കുന്നവൻ, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സമനിൽ കൽബ്. പട്ടിയെ വിറ്റ് കാശുണ്ടാക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട്. പട്ടിയെ വിറ്റിട്ട് കാശുണ്ടാക്കാൻ. പട്ടി പൂച്ചയൊക്കെ വലിയ കച്ചവടമായിട്ട് മാറിയിരിക്കാൻ. ഇവിടൊക്കെ ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു. ഈ അടുത്ത സ്ഥലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ പോയപ്പോ ഒരു ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു, പട്ടിയെ കാണാനില്ല, മിസ്സിംഗ് ഡോഗ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു. എന്തായാലും ദുആറൊക്കെ ഏൽപ്പിക്കാൻ ഹൈറായി. അത് എഴുതി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോ നമ്മുടെ കൗമ്, അവർ തൊട്ടടുത്തൊരു വീട്ടുകാരൻ പറയാം, അല്ലോ ഇത് പൊക്കിയെടുത്ത ഒരു ഫ്രണ്ടിൽ വെച്ചോണ്ടാ യാത്ര, കാറിൽ പോകുമ്പോ ഫ്രണ്ടിലിരിക്കും, അല്ലോ ബോണറ്റില് ഡിക്കിയില്, എന്റെ ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ അവരുടെ കൂട്ടത്തിലാണ്. എന്താ കൗമ്? ഇവനൊക്കെ വന്നിട്ട് നിസ്കരിക്കും, അവന്റെ കൂടെ നമ്മൾ നിസ്കരിച്ചുള്ള അവസ്ഥ എന്താ? ഇതെന്ത്? അള്ളാഹു ഹലാലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ഇനി ഒരു മദ്ഹബ് ചിലപ്പോൾ പട്ടി ഹലാലായിരിക്കും. അതാ മദ്ഹബില്. നമ്മൾ ഇവർക്ക് മദ്ഹബ് ദീനില്ല, പിന്നെ വല്ല മദ്ഹബിന്റെ കാര്യം. നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സമനിൽ കൽബ്. പട്ടിയുടെ പൈസ ഹലാലല്ല, ഹറാം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവല്ലേ, വകസ്ബിൽ ബഗി, വ്യഭിചരിച്ചുണ്ടാക്കുന്ന പൈസ അതും ഹറാം തന്നെ, അതും ഹറാം തന്നെ. ആ പൈസ അതൊക്കെ ലോഡ്ജ് നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെയാണ് ലോഡ്ജ് പ്രശ്നം. 2 കപ്പിളിങ് വന്നപ്പോൾ റൂം കൊടുത്തല്ലേ പറ്റൂ, നിയമം അനുസരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. 2 മണിക്കൂർ 3 മണിക്കൂറത്തൊക്കെ ഉണ്ടെങ്കിൽ ലോഡ്ജ് എടുത്തിട്ട് അവർ പോകും. എന്തിനാണെന്ന് അല്ലാഹു അല നമുക്കറിയില്ല. ഇനി അതിന് ഹലാലോ ഹറാമോ എന്നുള്ള വിഷയം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ലോഡ്ജ് നടത്തുകയാണ്, നമ്മൾ വിചാരം നടത്താനൊന്നും അല്ല, നമ്മുടെ നിയത്ത് വേറെയാണ്. അപ്പം ഈ വ്യഭിചരിച്ച് കിട്ടുന്ന ഈ പൈസ ഇത് ഹലാലാവൂല. ഒരു ചങ്ങാതി, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചങ്ങാതി, ഒരു കൊച്ചു പയ്യൻ, ഒരു 10-22 വയസ്സാണ്, എന്നോടൊന്ന് ചോദിച്ചാണ്, ഉസ്താദേ എന്റെ കൊച്ചുമ്മ വ്യഭിചരിച്ചുണ്ടാക്കുന്ന പൈസ, കൊച്ചുമ്മക്ക് മക്കളില്ല, കൊച്ചുമ്മ വ്യഭിചരിച്ചുണ്ടാക്കുന്ന പൈസ എന്റെ പേരിലാണ് അയക്കുന്നത്. എത്ര ഉണ്ടാ? 5-6 ലക്ഷം രൂപ ബാങ്കിലുണ്ട്, എന്ത് ചെയ്യട്ടെ? ആ ചങ്ങാതി എന്നോട് ചോദിച്ചാണ്. പാവം, അവന്റെ ഈ ഓരോ വാത് കേൾക്കുമ്പോ മാറ്റം ഉണ്ടാവുന്നതാണ്. കൊച്ചു പയ്യൻ, നല്ല പയ്യൻ, 10-22 വയസ്സ്, അവർക്ക് മക്കളില്ല. അപ്പൊ അങ്ങനെ ഇവന് വേണ്ടിട്ട് ആ പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ മോനെ 1 രൂപ പോലും എടുക്കല്ലേ, അത് ഹറാമാ, അത് അവരടുത്ത് കൊടുത്തരാ, അവരടുത്ത് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ, ഇത് തെറ്റാണ്, ഇത് പൈസ കൊണ്ട് ഒരിക്കലും ഒരു ഗുണമുണ്ടല്ല, ഇതിൽ നിന്ന് നീ എടുത്തു നിന്നാൽ നിനക്ക് പോലും അതിന്റെ പേരിൽ അല്ലാണ്ട്, ഇത് അറിഞ്ഞു വെച്ചോണ്ട്, അറിയാതെ നമ്മൾ അറിയില്ലല്ലോ, കൊച്ചുമ്മ തരുന്ന പണം ഏത് ഹലാൽ ഹറാം നമുക്കറിയില്ല, അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ അത് തിന്നാൽ നാളെ അള്ളാഹു ഉണ്ടെങ്കിൽ അത് സമാധാനം പറയണം. അതുകൊണ്ട് അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എത്രയോ പേര് ഇതിങ്ങനെ ശരീരം വിറ്റ് കാശുണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, അത് ഹറാം. വകസ്ബിൽ ബഗി. ചിന്തിച്ചു നോക്കണേ, എത്ര പേര് ഇതിനു വേണ്ടി പൈസ ചെലവാക്കുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ രൂപം ഉണ്ടാക്കി വിൽക്കുക. രൂപം ഉണ്ടാക്കുന്നവൻ അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു. രൂപം ഉണ്ടാക്കുന്നവനെ ശപിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മക്കളൊക്കെ കൂടുതലും ഈ ആർട്ടിസ്റ്റ്, ഇങ്ങനെ പടം വരയ്ക്കാനൊക്കെ ഉള്ള ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ഈ രൂപസാദൃശ്യമുള്ളതൊന്നും വരയ്ക്കാൻ അനുവദിക്കരുത് കഴിവതും. ഇതൊക്കെ ഹദീസിലുള്ളതല്ല. നാളെ ഇതിനോട് ജീവൻ ഇടാൻ പറഞ്ഞാൽ എവിടെയിട്ട് ജീവനിട്ട് കൊടുക്കും? ബാക്കിയൊക്കെ വരയ്ക്കട്ടെ, പ്രകൃതികളെയൊക്കെ വരയ്ക്കട്ടെ. ഈ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നാളെ ഇതിന് ജീവനിട്ട് കൊടുക്കാൻ നമ്മളോട് അള്ളാഹു പറഞ്ഞാല് നമ്മൾ എവിടെ പോയിട്ട് നമ്മുടെ മക്കൾ എങ്ങനെയിട്ട് ജീവനിട്ട് കൊടുക്കും? ഹദീസല്ലേ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസല്ലേ? അപ്പൊ ഈ പണമൊക്കെ ഹറാമാണ്, ഈ പൈസ എല്ലാം ഹറാമാണ്. ഈ പൈസ കൊണ്ട് നമ്മൾ തിന്നാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പാടില്ല. ഈ ഉപദേശം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ പരിപാടികളൊക്കെ ഒഴിവാക്കി തൗബ ചെയ്ത് മടങ്ങിയാൽ ഫലഹുമാ സലഫ്, കഴിഞ്ഞൊക്കെ അള്ളാഹു പുറത്തു തരും. വമൻ ആദ, ഇനി അതെല്ലാം മടങ്ങുകയാണ് വീണ്ടുമെങ്കിൽ, ഫൗലൈക അസ്ഹാബുൻ നാർ,
ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോ, അല്ലാഹു കാക്കട്ടെ. വമാ ആതൈതും മിർ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുൾഇഫൂൻ. നിങ്ങൾ കച്ചവടത്തിന് പൈസ ഇറക്കും. എന്ത് കച്ചവടം? പലിശ കച്ചവടം. അത് ഇരട്ടി ഇരട്ടിയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് ഒരു കൂടുതൽ ലാഭം കിട്ടൂല കേട്ടോ. അല്ലെന്നും നിങ്ങൾക്ക് ലാഭം കിട്ടും, പക്ഷെ അതിൽ അള്ളാഹ്ക്ക് ലാഭമൊന്നും കിട്ടൂല. അള്ളാഹുടെ ലാഭം എന്താ? അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായാൽ അത് അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരുമത്രേ. ഉണ്ടോ? അത് ഇരട്ടിയാക്കി തരും. അല്ല, പലിശ അല്ല ഇരട്ടി തിന്നേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ ദുആഫൻ മുളാഅഫ. ഇരട്ടി ഇരട്ടിയായിട്ട് പലിശ നീ തിന്നല്ലേ തിന്നല്ലേ തിന്നല്ലേ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ. ഇരട്ടി വട്ടിപ്പലിശ. എന്തൊക്കെ പലിശ തിന്ന നമ്മുടെ കൗമുകൾ എന്ന് നിസ്കരിക്കാൻ വരും. എന്ത് നിസ്കരിക്കുന്നത്? എന്ത് നിസ്കരിക്കുന്നത്? ഈ ഹറാമ തിന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം, ഇവൻ ഹറാമായ കച്ചവടക്കാരനാണ്, പലിശക്കാരനാണെന്ന് അറിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനേ പാടില്ല. അറിഞ്ഞു വെച്ചോണ്ട് പോരുത്. അറിയാതെ ഇപ്പൊ അല്ലാഹു നമുക്ക് പുറത്തട്ടെ എന്നുള്ളതല്ല, നമുക്ക് എന്ത് ചെയ്യാനാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ ദഅഫൻ മുളാഅഫ. ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നരുത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഒരു ദിവസം നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടൂലേ? ആ ദിവസത്തെ നിങ്ങളൊന്ന് ഭയപ്പെടേണ്ടേ, സൂക്ഷിക്കേണ്ടേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുമെന്ന് നിനക്കൊരു ബോധമുണ്ടോ? ഒരു ബോധമുണ്ടോ? എന്നിട്ടാണോ ഈ ഹറാമ തിന്നിട്ട് നടക്കുന്നത്? ഇത് മനസ്സിലാക്കിയിട്ട് പോലും ഇതിന്ന് പിന്തിരിയാൻ തയ്യാറല്ലല്ലോ. അല്ലാഹു അക്ബർ. അല്ലാഹയെ പേടിയില്ലാത്തവൻ, ആഖിറത്തിനെ പേടിയില്ലാത്തവർക്ക് എവിടുന്ന് സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധം ഉണ്ടാവൂല എന്നാണ് ഹദീസ്. അല്ലാഹുവിനെ ഭയമില്ല, ആഖിറത്തെ ഭയമില്ല, പിന്നെ അവൻ എവിടുന്ന് സമ്പാദിച്ചാൽ എന്താ? അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഹറാമിലോ ഹലാലിനോ സമ്പാദിച്ചാൽ അവൻ എന്താ? പ്രശ്നമില്ല, കാരണം അല്ലാഹയെ പേടിയില്ലല്ലോ. പക്ഷെ ഒരു ദിവസം വരും അല്ലാഹുവിന്റെ അടുക്കൽ. വത്തഖൂ, ആ ദിവസം സൂക്ഷിച്ചോ. യൗമ, ആ ദിവസമാണ് തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമാണത് കേട്ടോ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അവിടെ ഇത് ചോദ്യം ഉണ്ടാവും. അവിടെ ചോദ്യം ഉണ്ടാവും. നീ സമ്പാദിച്ചത് എവിടെ നിന്ന്? നീ ചെലവാക്കിയത് എവിടെ നിന്ന്? ومن اكتسب فيها مالا من حله وأنفقه في غير حقه أورده الله دار الهوان. ഒരാള് ഹലാല് സമ്പാദിച്ച് അത് ഹറാമിന് വേണ്ടി ചെലവ് ചെയ്താൽ നാളെ നരകത്തിൽ അവനെ കൊണ്ടുവരുമത്രേ. ഈ ഹുക്കുമാണ് പലിശ അങ്ങോട്ട് അടയ്ക്കുന്നവർക്കുള്ളത്. ഈ ഹുക്കുമാണ്. പലിശ അങ്ങോട്ട് അടയ്ക്കുക. നമ്മൾ തിന്നുന്നില്ല. ഹലാല് സമ്പാദിച്ചിട്ട് ഹറാമിന് വേണ്ടി ചെലവാക്കുക. ഹറാമിന് വേണ്ടി ഹലാല് സമ്പാദിച്ചിട്ട് ഹറാമിന് വേണ്ടി 50 ലക്ഷത്തിന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്ന അവിടെ ഹലാലായ പൈസയാണ്. ഇവിടെ ഹലാലായ പൈസ. വണ്ടി ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്ന ഹലാലായ പൈസയാണ്. അപ്പൊ അങ്ങോട്ട് ഹലാലായ പൈസ പണയം വെച്ചിട്ട് സ്വർണം പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് അടയ്ക്കലാണ്. അവനെ തീറ്റിക്കാൻ ഹലാലായ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹലാലായത് സമ്പാദിച്ചിട്ട് ഹലാലല്ലാത്ത ഒരു വഴിയിൽ ഇവൻ ചെലവ് ചെയ്താൽ ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ, നിന്ദ്യതയുടെ വീട്ടിലേക്ക് അല്ലാഹു ഇവനെ കൊണ്ടുവരുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഖൗമിനെ നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഹബീബെ, നമ്മുടെ നിസ്കാര വിഭാഗത്തിലൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ തിന്നുന്നതും സമ്പാദിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിക്കുന്നു, സെർച്ച് ചെയ്യുന്ന വെരിഫിക്കേഷൻ ചെയ്യും. എന്നിട്ട് കൊള്ളാവോ നോക്കും. എന്തിനു നമ്മൾ കുറച്ച് നാളത്തെ ജീവിതത്തിന് വേണ്ടി ഈ പണം വാരിക്കോരി കൂട്ടാണ്? കുറേ പണം വാരി കൂട്ടിട്ട് എവിടെ കൊണ്ടുപോകാൻ? എന്തിന്? എല്ലാം മരിച്ചുപോയ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. വെറും കയ്യോടെ പോകേണ്ടി വരും. ഒന്നും കൊണ്ടുപോകൂല. എന്താ മരിച്ചു പോകുന്ന മനുഷ്യന്റെ മുന്നിൽ
ഈ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് മലക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ ഇവന്റെ മുസ്സില ലഹു മാലുഹു വവലദുഹു വഅമലുഹു. ഈ മൂന്ന് കാര്യം ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും മരിക്കാൻ കിടക്കാൻ മനുഷ്യനാണ്. മുസ്സില ലഹു മാലുഹു വവലദുഹു വഅമലുഹു. ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. ഇവൻ ചോദിക്കും, എന്റെ സമ്പത്തെ, ഞാൻ ഇതാ മരിച്ചു പോന്നു, കൊടാനുകൂടി 100 കോടിയുടെ ഉടമസ്ഥനാണ്, ഞാനിപ്പോ ICUവിൽ കിടക്കുന്നത്, എന്നെ ഞാൻ കണ്ടോണ്ടിരിക്കാൻ, ICU നിന്നെ കാണാണ്, ഫമാലി എനിക്കെന്താ ഉള്ള? ആ 100 കോടിയുടെ ഉടമസ്ഥനോട് ഈ മനുഷ്യൻ ഈ സമ്പത്ത് പറയുന്ന വാക്കെന്താ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവയാ, കൊണ്ടുപോയിക്കോ. 100 കോടിയുടെ ഉടമസ്ഥനോടും 1000 കോടിയുടെ ഉടമസ്ഥനോടും 2000 കോടിയുടെ ഉടമസ്ഥനോടും 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥനോടും അവസാനത്തെ വാക്ക്, ഈ സമ്പത്ത് പറയുന്ന വാക്ക്, ഖുദ് മിന്നി കഫനക്ക്, നിന്റെ മയ്യത്ത് ഡെഡ് ബോഡി പൊതിയാനുള്ള 21 മുഴം തുണി, 3 കഷണം വെള്ള തുണി ഞങ്ങൾ തരാം, കൊണ്ടുപോയിക്കോ. അതേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഇവന്റെ ജീവിതം മൊത്തം ഇവൻ കടന്നു ഓടിയത്. വല്ല ഫായതയുണ്ടോ? വല്ല ഫായതയുണ്ടോ? മക്കളെ വിളിക്കും, വാടാ മക്കളെ. എത്ര മക്കൾ നിനക്കുണ്ട്? എന്റെ മക്കള് മുഴുവനും ലണ്ടനിലും അമേരിക്കയിലും UK അവിടൊക്കെയാണ് മക്കൾ. കിളവനും കിളവിയും മാത്രം ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വാപ്പ മരിക്കാൻ കിടക്കുന്നത്, എന്താ ഉള്ള നിനക്ക്? വാപ്പാ മോനെ, നിങ്ങളുടെയൊക്കെ വാപ്പ അല്ലേ ഞാന്? നിനക്കൊക്കെ വേണ്ടി ഓടി നടന്നവനും കഷ്ടപ്പെട്ടവനും നിന്നെല്ലാം പഠിപ്പിച്ച് പ്രാപ്തരാക്കി നിന്നെയൊക്കെ ഈ ഒരു നിലയിലെത്തിച്ചതൊക്കെ ഈ വാപ്പ അല്ലേ? അതേ വാപ്പ, ഞാൻ എന്താ മരിക്കാൻ പോവാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്താ ഉള്ളത്? പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മെഹ്റാബിനോട് ചേർന്നൊരു കബർ കുഴിച്ചിട്ടുണ്ട്. വാപ്പ അവിടെ കൊണ്ടിടും, മണ്ണിട്ട് കൂടും. അല്ല, മക്കളാരെങ്കിലും വരുവോ? ഈ മക്കൾ എന്നാ എന്റെ വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, പടച്ചവനെ ഞാൻ എന്റെ വാപ്പ കൊണ്ട് ഹജ്ജ് ചെയ്തേക്കാം. 2 കൊല പഴവും 10 ബോട്ടിൽ വെള്ളം അവിടെ വെച്ചിട്ട് പോകും, വേണമെങ്കിൽ എടുത്ത് തിന്നോണ്ട് പോയിക്കോണം. പാപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അവിടെ കാണാം, പാളയന്തോളം പഴം 20 രൂപ 1 കിലോയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്, എടുത്തുവെച്ചു. പാപ്പാടെ പേർക്ക് ഇവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സദഖ, ഭയങ്കര സദഖ. ആളുകൾ കണ്ടാൽ 2 കൊല പഴം, മാഷാ അല്ലാഹ്, 3 രൂപയുടെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, വയ്ക്കോ. പാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, പാപ്പാക്ക് കടമുണ്ട്, ഇതൊന്നും തീർക്കൂല. മരിക്കാറാകുമ്പോ വാപ്പാ ഇതൊക്കെ കണ്ടിട്ട് മരിക്കൂ കേട്ടോ. എല്ലാരും ചിന്തിച്ചു വെച്ചോളി. മക്കളെ 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 എന്നും പറഞ്ഞ് ജീവിച്ച്, മക്കളെ മക്കളെ എന്നും പറഞ്ഞ് ജീവിച്ച് മരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും കൊണ്ടുപോകൂല, എല്ലാം ഇവിടെ വെച്ച് തീർത്തിട്ടേ പോവുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് നല്ല മാർഗത്തിൽ ചെലവാക്കി, ഹലാല് സമ്പാദിക്കി, ഹറാം ഒഴിവാക്കി, ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ലോണ് പലിശ സംവിധാനം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ദുആ ചെയ്യുന്ന മുതലേ ദുആ ചെയ്യും. ഇനി ഒരാളോട് കടം വാങ്ങി, ഒരാൾ പാവപ്പെട്ട ഒരാൾ അവന്റെ പൈസ വാങ്ങി 1 ലക്ഷം രൂപ കടം വാങ്ങി, തിരിച്ചടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവന് നല്ല സമ്പത്തുണ്ട്, പോയി നോക്കും, എന്നും അടിക്കുമ്പോഴൊക്കെ പൈസ അളിയ ഇല്ലടി, ഞാൻ ആകെ ഇതേ ഉള്ളു, ഈ നിൽക്കുന്ന ഈ സൈറ്റിലല്ല ഒന്നുമില്ല, ഞാൻ വാങ്ങിയത് എൻ്റെ അതും പോയി, എല്ലാം പോയി, കഷ്ടപ്പെട്ട അളിയ, പ്രശ്നമാണ് അളിയ, 10-20 രൂപ കൊണ്ട് തിരിച്ചു കൊടുത്ത്, ഇനി 80 രൂപ കൊടുക്കൊണ്ട്. ഇവൻ എന്ത് ചെയ്യണം? പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക്. അവന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ടിട്ട് ഇവനങ്ങ് പൊരുത്തപ്പെട്ട് കൊടുത്ത്, നീ അത് സദഖ ചെയ്താൽ നിനക്കത് ഖൈറാണ്, കൂലിയാണ്, അത് സദഖായിട്ട് പോരെ. ശരി പോട്ടെ, നീ വേണ്ട പോ, അത് നീ സദഖായിട്ട്, അല്ലാഹ് നിനക്ക് 80,000 രൂപയുടെ സദഖ ദിവസം തോറും അല്ലാഹ് എഴുതി തരും. നമ്മളെ ഒരാൾ പറ്റിച്ച് പൈസ മേടിച്ചോണ്ട് പോയാല് അവൻ പൈസ തന്നില്ല എങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ആ വിഷമമൊന്നുമില്ല, എന്റെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എത്ര പൈസ അല്ല എത്രയാണോ പറ്റിച്ചത് അത്രയും പൈസ ഒരു ദിവസം സദഖ ചെയ്തിട്ട് കൂലി അല്ലാഹ് നമ്മുടെ പേരിൽ എഴുതും. അത്ര വലിയ ഭാഗ്യ. 10 ലക്ഷം പറ്റിച്ചിട്ട് പോയാൽ 10 ലക്ഷം സദഖ ചെയ്തതിന്റെ കൂലി അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. എന്നിട്ട് ആഖിറത്തിൽ എത്തുമ്പോൾ അവന്റെ നന്മ നമുക്ക് തരികയും, നമ്മുടെ ഭാഗത്ത് കുറച്ച് തിന്മയുണ്ട്, ഇത് മുഴുവനും അള്ളാഹു ഒരു കൊട്ടയിലാക്കി അവന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. പോരെ, 10 ലക്ഷം രൂപയ്ക്ക് സ്വർഗം കിട്ടിയില്ലേ? 20 ലക്ഷം രൂപയ്ക്ക് സ്വർഗം കിട്ടിയില്ലേ? ഇവിടെ കിടന്ന് അടിമടക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇടപാട് തീർത്തിട്ട് മരിക്കും, അല്ലാതെ മരിക്കരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാളെ തല താഴെ കാല് മുകളിൽ നടന്ന് ഖബറിൽ നിന്ന്
വരുന്ന ഒരു കോലം, അത് ആരുടെ കോലമാണ്? ഈ പലിശകളുമായി ബന്ധപ്പെടുന്നവരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും വേഗം അതിൽ നിന്ന് നമ്മളെയും നമ്മുടെ അഹിലുകാരെയും സമുദായത്തെയും അതിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അങ്ങനെ വല്ല ഇടപാടുകളിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരെ പടച്ചവനെ എത്രയും വേഗം അതിൽ നിന്ന് ഒഴിവാക്കി സഹായിക്കണേ പടച്ചവനെ. മരണപ്പെട്ട 5 വർഷമാകുന്ന അബ്ദുൽ ബഷീർ സാഹിബിനോട് ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, 8-ാം തീയതി മരണപ്പെട്ട ഹസൻ റാവുത്തറിന് വേണ്ടി ദുആ ചെയ്യാൻ, മകൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സജീന എന്ന സഹോദരിക്ക് ദുആ ചെയ്യാൻ, ഇന്നലെ മരണപ്പെട്ട കരമന ജമാഅത്ത് ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ച ഷാഹുൽ ഹമീദ് സാഹിബിന് വേണ്ടി ദുആ ചെയ്യാൻ, 3-ാം തീയതി മദീനയിൽ വെച്ച് മരണപ്പെട്ട് അവിടെ ഖബറടക്കം നടത്തിയ സൈനബ ബീവിക്ക് വേണ്ടി ദുആ എടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരിപൂർണമായി സ്വീകരിച്ച് അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ, അവർക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസയിൽ ഹിഫ്ള് പഠിക്കുന്ന കുട്ടിക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും എത്രയും പെട്ടെന്ന് ഹിഫ്ള് പൂർത്തിയാകുന്നതിനും ഹിഫ്ളിനോട് താല്പര്യം വർദ്ധിക്കാനും കുടുംബത്തിന്റെ പ്രയാസങ്ങൾ മാറാനും ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ, പടച്ചവനെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഇതൊരു വെറുതെ ഒരു വാക്കാക്കി മാറ്റല്ലേ അല്ലാഹ്. കേട്ടവരെക്കാളും പറഞ്ഞവർക്കും അല്ലാഹുവേ ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ അറിയാതെയോ വിവരമില്ലാതെയോ ഞങ്ങളുടെ വയറ്റിന്റെ ഉള്ളിൽ ഹറാമ് തന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ. അതിന്റെ പേരിൽ നീ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നിന്ദിക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങൾ കൊടുക്കുന്നതും ഞങ്ങളുടെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്നതുമെല്ലാം നീ ഹലാലാക്കി താ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ എടുത്തിട്ടുള്ള കടങ്ങളെല്ലാം വീട്ടിൽ താ അല്ലാഹ്, എത്രയും വേഗം പൂർത്തീകരിച്ചതാ അല്ലാഹ്. കടക്കാരനാക്കി നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ ഒരാളെയും കടക്കാരനാക്കി മരിപ്പിക്കല്ലേ പടച്ചവൻ. ഒരു ബാധ്യതകളൊന്നുമില്ലാതെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹു, ഈ മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് താ പടച്ചവനെ. ഞങ്ങളുടെ മക്കളോട് ബർക്കത്ത് ചെയ്യ പടച്ചവനെ. നീ തന്ന സമ്പത്തിൽ ബർക്കത്ത് താ പടച്ചവനെ. വാഹനങ്ങളിൽ ബർക്കത്ത് താ അല്ലാഹുവേ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ വാഫുറായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാര്, മുൻഗാമികള്, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഈ വെള്ളിയാഴ്ച ദിവസം റജബിന്റെ മാസം അല്ലാഹുവേ നീ പൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവസാനം അല്ലാഹ് നല്ല ദിവസത്തിൽ നല്ല രാവിൽ അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിനാ ആഖിറഹു വ ഖൈറ അഅമാലിനാ ഖവാതിമഹു വ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക ഫീഹി. നിന്നെ കണ്ട് സന്തോഷത്തോടുകൂടി ചിരിച്ചു കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നസീബാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معاشر المسلمين رحمكم الله، روي في الخبر المشهور عن النبي الزكي المذكور